ഹായ് ഗായ്സ്, എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് ഞെട്ടണ്ട. നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. എവിടേക്കാണെന്നല്ലേ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഈജിപ്തിലെ പിരമിഡുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇനി ബാക്കി വിവരങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈജിപ്തിൽ ലാൻഡ് ചെയ്തു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ കോലം എന്തായിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു പേടി ഇല്ലാണ്ടില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് തന്നെ നോക്കാം. ഫൈനലി ഹോട്ടലിലെത്തി ഗൈസ്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ. സത്യം പറഞ്ഞാൽ പുറമേന്ന് നോക്കിയാൽ പഴയ ലുക്ക് ആണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഈ ഹോട്ടൽ റൂമിൽ ഒരു ജക്കൂസി ഉണ്ട്. ഈ ജക്കൂസിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയോ? നമ്മളുടെ പിരമിഡ്സ്. ഞാൻ പിരമിഡ് വ്യൂ കിട്ടുന്ന ഹോട്ടൽ തന്നെ നോക്കി ബുക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഹോട്ടലിലേക്ക് വന്ന് ഒന്ന് ഫ്രഷ് ആയി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടെയും പിരമിഡ് വ്യൂ. ഇനി എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. എനിക്ക് ഈ പിരമിഡ്സിനെ അടുത്ത് പോയി തന്നെ കാണണം. അതിനുവേണ്ടി ഫുഡ് കഴിച്ച് ഞാൻ അപ്പം തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണിതാ ഇതെല്ലാം. അങ്ങനെ എൻ്റെ കൺമുന്നിൽ കാണുന്നതാണ് ഗൈസ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മളുടെ പിരമിഡുകളുടെ ചരിത്രം പറയാൻ ഞാൻ ആളല്ല, പക്ഷേ ഒരു കാര്യം പറയാം, ഇതൊരു അത്ഭുതം തന്നെയാണ്. അബായിട്ടത് സത്യം പറഞ്ഞാൽ നന്നായി, കാരണം ഇവിടെ നല്ല വെയിലാണ്. പക്ഷെ വെയിലൊന്നും മൈൻഡ് വെക്കാണ്ട് ഞാൻ അവിടെ കുറെ നേരം നടന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല വെയിലാണ്. അങ്ങനെ ഞാൻ പിരമിഡിന്റെ അടുത്തേക്ക് നടന്നു. പിരമിഡിന്റെ ഒരു കല്ലിന് നമ്മളൊരാളുടെ ഹൈറ്റ് ഉണ്ട്. എങ്ങനെയായിരിക്കും അല്ലേ പണ്ട് കാലങ്ങളിൽ അവർ ഇത്രയും വലിയ കല്ലുകളൊക്കെ പൊക്കിയിട്ട് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയത്? മൃഗസ്നേഹം കുറച്ച് കൂടുതലായതുകൊണ്ട് പിരമിഡിന്റെ അടുത്ത് ഒരു ഒട്ടകത്തിനെ കണ്ടപ്പോൾ പിരമിഡിനെയൊക്കെ മറന്ന് ഞാൻ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ ഒട്ടകത്തിന് അടുത്ത് കിട്ടിയ സന്തോഷത്തിൽ ഒട്ടകത്തിന് ഞാനൊരു ഉമ്മ കൊടുക്കാൻ നോക്കി. പക്ഷെ ഒട്ടകം തിരിച്ച് എനിക്കൊരു ഉമ്മ വരാൻ നോക്കിയപ്പോഴേക്കും ഞാൻ പേടിച്ചുപോയി. അപ്പോഴേക്കും ഒരു ഈജിപ്ഷ്യൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് തലയിൽ ഈ ഒരു സാധനം വെച്ച് തന്നു. എൻ്റെ മുടി കാരണം എൻ്റെ തലയിൽ ഈ സാധനം വെക്കാൻ ഈജിപ്ഷ്യൻ ചേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നു കുതിര. ഇന്നേ വരെ ഞാൻ കുതിര പുറത്ത് കയറിയിട്ടില്ല. എന്നാ പിന്നെ ഇന്നൊരു ചാൻസ് കിട്ടിയതല്ലേ, വെറുതെ മിസ്സാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് കുതിര പുറത്തും കയറി. അബായിട്ട് കുതിര പുറത്ത് കയറാൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഒരു കണക്കിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി കുതിര ഓടാൻ തുടങ്ങിയപ്പോൾ ഗൈസ് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലത്തെ റോട്ടിൽ കൂടെ പോകുന്ന അതേ അവസ്ഥ. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പറയട്ടെ, ഇപ്പം നമ്മളുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ മൊത്തം ഒരുപാട് പെട്ടിക്കടകളും കൊക്കക്കോളയും പെപ്സിയൊക്കെ വിൽക്കുന്ന കടകളും അങ്ങനെ ഒരുപാട് കടകളുണ്ടാവും. എന്തിനു കൂടുതൽ പറയണം, ഈ റോഡ് സൈഡ് മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളും ഒക്കെ. എന്താണോ ആവോ നമ്മൾ ഇന്ത്യക്കാർ മാത്രം ഇങ്ങനെ ആയത്. അങ്ങനെ പിരമിഡ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സ്വിങ്സിന്റെ അടുത്തേക്ക് ചെന്നു.